അപ്പോഴേ മക്കളെ നമുക്ക് ഇന്നൊരു പനീർ പിസ്സ ഉണ്ടാക്കാം. നമ്മൾ അതിനായിട്ട് ആ മൈദാമാവ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ ക്യാപ്സിക്കം വാങ്ങിയിട്ടുണ്ട്. പിന്നെ യെല്ലോ ക്യാപ്സിക്കം ഉണ്ട്, റെഡ് ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ പിസ്സ സോസ് ഉണ്ട്, പിന്നെ നമ്മൾ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലോട്ട് മാവ് കുഴച്ച് വയ്ക്കാനായിട്ട് ചെറിയൊരു സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മൈദാമാവ് എടുക്കുന്നത് കേട്ടോ, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്. അമ്മയ്ക്ക് ഒരു ചെറിയ മീഡിയം പിസ്സ ഉണ്ടാക്കാനുള്ള മാവ് മാത്രമേ എടുക്കുന്നുള്ളേ. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ഈസ്റ്റ് വേണമെങ്കിൽ വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടേ. നമുക്കിത് നല്ലോണം കുഴച്ച് വെക്കണം. ചെറു ചൂടുവെള്ളത്തിലാണ് ഞാൻ കുഴയ്ക്കുന്നത്. ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് മൈദാമാവ് നല്ലോണം കുഴയ്ക്കണം. നല്ലോണം കുഴച്ച് ഈ ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ഈസ്റ്റിനകത്ത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നേ, അതുകൊണ്ടാണ് ചെറു ചൂടുവെള്ളം ഒഴിച്ചത്. നല്ലോണം കുഴയ്ക്കണം. ഇത് ഒരുപാട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെയല്ല, ഒരു മീഡിയം രീതിയിൽ. അപ്പം അത് കുഴച്ച് വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ പനീർ പിസ്സ ഉണ്ടാക്കാനുള്ള ആ മാവൊക്കെ ഉച്ചയ്ക്ക് കുഴച്ച് വെച്ചില്ലായിരുന്നു, അതെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് വേണ്ടി നമ്മൾ പനീർ താണ്ട് ഇവിടെ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ താണ്ട് സവാള സ്ക്വയറായിട്ട് അരിഞ്ഞത്, പിന്നെ യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, മറ്റേ റെഡ് ക്യാപ്സിക്കം എല്ലാം റെഡിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ പിസ്സ ചീസ്, പിസ്സ സോസ്, ടൊമാറ്റോ കെച്ചപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ അമ്മ വെച്ചിട്ടുണ്ട്, അടിയിൽ വെക്കാതെ. അപ്പോൾ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മാവ് അവിടെ സെറ്റായിട്ടുണ്ട്. കണ്ട നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ട നമുക്കിത് പരത്താം. മാവെടുത്ത് പാനിലോട്ട് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കൈ നനയ്ക്കണം. കൈ നനച്ചിട്ട് ഇത് വലിയ പിസ്സയാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് വലിയ പാൻ എടുത്തത്. രാത്രി ഇന്ന് കഴിക്കുന്നത് ഇതാണ്. ഉച്ചയ്ക്ക് നമ്മൾ മാവ് പിസ്സക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചാൽ മാവ് നല്ല പൊങ്ങും കേട്ടോ, നല്ല സെറ്റാവും മാവ്. നമുക്ക് ഇത് മൊത്തം ഒന്ന് കവർ ചെയ്യണം. മാവേ മൊത്തം കവർ ചെയ്തെടുക്കണം. നല്ല പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് മാവ് കഴിച്ചൊക്കെ നമ്മൾ കാണിച്ചായിരുന്നല്ലോ. അപ്പം ഇത്രയുള്ളൊരു പിസ്സ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ നല്ല റേറ്റാകും. പിസ്സ കഴിക്കണം. ഇത് ഉപ്പൊക്കെ നമ്മുടെ മിനിമം ഇട്ടേക്കണം. കടയിൽ നിന്ന് വാങ്ങുന്ന പിസ്സയ്ക്ക് നല്ല ഉപ്പാണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഉപ്പൊക്കെ കുറച്ചിടാം. നമുക്ക് എന്നിട്ട് ചെറുതായിട്ട് ഒരേ ലെവലാക്കി എടുക്കാം. കണ്ടോ, ഇപ്പോൾ അത് ഒരേ ലെവലായിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇങ്ങനെ ആക്കി റൗണ്ടാക്കി കൊടുക്കാം. കണ്ടോ, റൗണ്ടാക്കി ചെറുതായിട്ടൊന്ന് കണ്ടോ വെള്ളം നനച്ചിട്ട് ഉണ്ടോ ഈ ഷേപ്പിനാക്കി കൊടുക്കാം. ഇത് നമ്മൾ കൈ കഴുകിയിട്ട് വെക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ പിസ്സ സോസ് ഉണ്ടല്ലോ, പിസ്സ സോസ് നമ്മൾ ആദ്യം അങ്ങോട്ട് കുറച്ച് പിന്നെ പുറത്തോട്ട് ഇടും. മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് എരി വേണമെങ്കിൽ നിങ്ങൾ എരിയുടെ അനുസരിച്ചിടാം. എരി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിടാൻ പറ്റും. നമുക്കിവിടെ എരി ഉണ്ട് ഇതിന്, അതുകൊണ്ടാണ് നമ്മൾ എരി അധികം ഇടാത്തത്. എരി ഉണ്ട് ഇതിനകത്ത് ഈ സോസിന്. ഉണ്ടോ, എന്നാൽ നമ്മൾ ഫുള്ളും തേച്ച് കവർ ചെയ്യണം. നിങ്ങളെല്ലാവരും പിസ്സയൊക്കെ വീട്ടിലുണ്ടാക്കും. അമ്മ ഇന്നാൾ അമ്മയുടെ 2 വീഡിയോയ്ക്കകത്ത് ഒരു വീഡിയോയ്ക്കകത്ത് പനീർ പിസ്സയും
ഒരു വീഡിയോയ്ക്കകത്ത് ചിക്കൻ പിസ്സ ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ വീഡിയോ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് കേട്ടോ. കാണാത്തവരെല്ലാം അത് കാണണേ. കണ്ടോ, പിസ്സ സോസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് കഴിക്കാം. പിസ്സ സോസിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ടൊമാറ്റോ സോസ് കഴിക്കാം, അല്ലെങ്കിൽ ആ ടേസ്റ്റ് വരുത്തുള്ളേ. ഒരു സ്പൂൺ കഴിക്കാം. കണ്ടോ, കഴിച്ചിട്ട് നമുക്ക് അതും കൂടി ഇതിൻ്റെ പുറത്ത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യണം. കണ്ടോ, എല്ലാം നല്ല മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഇതാണ്ട് പനീറില്ലേ, പനീർ നമുക്കിങ്ങനെ ഇതാ കണ്ടോ, ആദ്യം ഒരു റൗണ്ട് പനീർ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് പനീർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ഇതിൻ്റെ എടുത്ത് നമ്മൾ ഒരു നമ്മുടെ സവാള ഇല്ലേ സ്ക്വയറായിട്ട് വരുന്നത്, അത് നമുക്ക് ഇതാ ലേശം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ലേശം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതാണ്ട് നമ്മുടെ എല്ലാ ക്യാപ്സിക്കം അതും സവാളയുടെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ക്യാപ്സിക്കം ഇട്ട്. ഇനി നമ്മുടെ ഗ്രീൻ ക്യാപ്സിക്കം. ഇനി അമ്മ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ പനീർ പിസ്സയുടെ സാധനങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് നമുക്ക് ചീസ് ഇടണം. ഇതാണ്ടേ ചീസ്. അപ്പം അമ്മ ചീസ് കണ്ടോ, നമുക്ക് ചീസ് ഇടുക. ബാക്കി എല്ലാം അമ്മ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ പിസ്സ. നമുക്ക് ചീസ് ഇങ്ങനെ അങ്ങോട്ട് ആദ്യം 4 ഭാഗത്തും ഇട്ടതിന് ശേഷം കണ്ടോ കറക്റ്റ് അമ്മ ഇടുന്നത്. മതി. അപ്പം നമ്മളെ ഇതാണ്ടേ അമ്മ പിസ്സ ചീസ് ഇട്ടിട്ടുണ്ട്. ഇതാണ്ടേ, ഇനി നമുക്കിത് പാനിൽ വെക്കാം. നമ്മൾ കല്ല് ചൂടായിട്ടുണ്ട്, നമ്മൾ ഇതിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ചിട്ട് പാനിലോട്ട് വെച്ചിട്ട് നമ്മൾ ഇത് വെച്ച് അടച്ച് നോക്കുക, പറ്റുമോ നോക്കാം. കുഴപ്പമില്ല, ഇത് വെച്ചടയ്ക്കാം. അത് അവിടെ ഇരുന്ന് ഇത് അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് സെറ്റായിക്കോളും. അത് സെറ്റായിട്ട് നമ്മൾ കാണിച്ചു. അപ്പം നമ്മുടെ പിസ്സ കണ്ടേ നല്ല സൂപ്പറായിട്ട് വെന്തിരിക്കുന്നത്, നല്ല സെറ്റായിട്ടുണ്ട് പിസ്സ. ഇനി അമ്മ ഇത് മുറിച്ച് കഴിക്കാൻ പോവാം. അമ്മ നമ്മുടെ സൂപ്പർ പിസ്സ, അമ്മയുടെ സൂപ്പർ പിസ്സ.